ഹോഡോ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ അടുത്ത ട്രിപ്പാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ആനമലൈ ടൈഗർ റിസർവ് ATRൻ്റെ റിസർവ് ഫോറസ്റ്റിനകത്തുള്ള അമ്പൂളി ഇല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേ ആണ്. നമ്മുടെ ടോപ്പ് സ്ലിപ്പിലാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരൊക്കെ വെളുത്ത് ഒരു 7:30 സമയത്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം അവിടെ നമുക്ക് ചെക്കിങ് 12 മണിക്കാണ് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ നിന്ന് 2 മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. നല്ല എക്സൈറ്റഡ് ആണ്. കാരണം നല്ല കാടിൻ്റെ ഉള്ളിലാണ്. നമ്മൾ കാടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ്. ഈ ഒരു പ്ലേസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ് അത്രത്തോളം എൻ്റെ ട്രിപ്പിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിനും നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ATRൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് ഇങ്ങോട്ടേക്ക് വരാം. നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നോളാം, നമുക്കിവിടെ സെറ്റാക്കാമെന്ന് അവിടെയുള്ള റിസപ്ഷനിലത്തെ ധർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലക്കാടൻ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിത് പോവാണ് കേട്ടോ. അങ്ങനെ കേരളം കഴിഞ്ഞ് തമിഴ്നാട് എൻ്റർ ചെയ്തപ്പോഴേക്കും നമ്മുടെ പൊള്ളാച്ചിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പുളിമരത്തിൻ്റെയും മധുരാശിയുടെയും ആ ഒരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് എല്ലാവരും ഒരു ഫേവറേറ്റ് റൂട്ടാണ്. പിന്നെ ഇപ്പം ഇത്തിരി ഗ്രീനറി കുറവാണ്, കാരണം ഇപ്പോൾ നമ്മുടെ സമ്മറാണ്. അത് കാരണം കൊണ്ട് എന്നാലും ഈ ഒരു വഴി എന്നും എപ്പോഴും എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക് നമ്മുടെ ATRൻ്റെ വെൽക്കം ബോർഡ്, തമിഴ്നാടിൻ്റെ വെൽക്കം ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൂട്ടാണ് കേട്ടോ നമ്മൾ ടോപ്പ് സ്ലിപ്പിക്കായാലും പറമ്പിക്കുളത്തേക്കായാലും ഒക്കെ ഈ ഒരു റൂട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി കയറുമ്പോൾ തന്നെ സേതുമടൈ ചെക്ക് പോസ്റ്റ് വരും. ഇവിടെ നമുക്ക് എത്ര ആൾക്കാരുണ്ട്, നമ്മുടെ വണ്ടിക്കും കൂപ്പൺ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പെർ പേഴ്സണും ഇവിടെ നമുക്ക് എനിക്ക് കൃത്യമായിട്ടൊരു എമൗണ്ട് ഓർമ്മയില്ല, ഐദർ 20 അല്ലെങ്കിൽ 30 ആണ്. പിന്നെ വണ്ടിക്ക് സെപ്പറേറ്റ് 50 രൂപയാണ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ഈ ഒരു ടിക്കറ്റ് എടുക്കണം. ഈ ഒരു ടിക്കറ്റ് നമുക്ക് അടുത്ത നമ്മുടെ ടോപ്പ് സ്ലിപ്പ് എത്തുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കയ്യിൽ ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ സേതുമയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഉണക്ക കാട്ടിക്കോടെയാണ് കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സീസണായ കാരണം കൊണ്ട് മഴയൊന്നുമില്ലാത്ത കാരണം നമുക്ക് അനിമൽ സൈറ്റിങ് ഭയങ്കര അധികമുള്ളൊരു ടൈമാണ്. ഉണക്കക്കാടൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊരു പച്ചപ്പൊക്കെ വന്നിട്ടാ. ഇവിടെ നല്ല രസമായിരുന്നു, നല്ല ഗ്രീനറിയോട് കൂടെയുള്ളൊരു കാടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. അതിൽ കുറച്ച് ദൂരം ഇങ്ങനെ തന്നെയായിരുന്നു, നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ളൊരു കാടായിരുന്നു. പിന്നീട് കുറച്ച് ഉള്ള കാടെന്ന് പറയുന്നത് പോലെ മുളയാണ് കേട്ടോ. മുളകൾ ഇങ്ങനെ കുറേ വളർന്ന് പൂത്ത് ഒടിഞ്ഞു കിടക്കണ പോലെയല്ല, ഒടിഞ്ഞു കിടക്കണ കാഴ്ചകളാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സേതുമടയിലെടുത്ത ആ ഒരു ടിക്കറ്റ് നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റിലും കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ ആ ഒരു ചെക്ക് പോസ്റ്റ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ കിടക്കുന്നത് നമ്മുടെ ടോപ്പ് സ്ലിപ്പിക്കാണ്. അപ്പോൾ ഈ റൈറ്റിൽ കാണുന്നതാണ് ടോപ്പ് സ്ലിപ്പിൽ ജംഗിൾ സഫാരിക്കും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ATRൻ്റെ ഒരു ക്യാൻറ്റീനും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഉള്ളിലോട്ട് ഒരു 5 കിലോമീറ്റേഴ്സ് അറൗണ്ട് പോയാലാണ് നമ്മുടെ അമ്പൂളിയിൽ എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത് കേട്ടോ. അതല്ലാതെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ജംഗിൾ സഫാരിയൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയൊരു സമയത്ത് നമ്മളൊരു 12 ആയിട്ടുണ്ടെങ്കിലും ഒരു തണുപ്പ് കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ATR നമ്മുടെ അമ്പൂളിയിലെ സ്റ്റേയുടെ റിസപ്ഷൻ പ്ലേസിൽ എത്തി കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ അവിടെ റൂമിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അച്ഛനെ ചൂടാൻ പോയിട്ടുണ്ട്. ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവരുടെ ഓഫീസിൽ കയറിയപ്പോൾ നമുക്കിവിടെ അവരുടെ ജംഗിൾ സഫാരിയുടെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 7:30 to 2 വരെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
എലിഫൻറ്റ് സഫാരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കറൻ്റ് ഇത് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. ഇവിടുത്തെ ജൂനും ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അങ്ങനെ മുകളിൽ മറ്റേ കരിങ്കുരങ്ങുണ്ട്, നമ്മുടെ നാടൻ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കി ജൂൺ ഇതേ നിൽപ്പുണ്ട് കേട്ടോ. കുറേ കുരങ്ങന്മാരുണ്ട്. ഇതേ കിടന്നുറങ്ങണം ഒരു ലംഗൂസ്. ഇവന്മാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഇവിടെ അമ്പുളിയില്ലത്തിൽ ഇവിടെ അവർ നമ്മൾ കറക്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി വന്നോളാനാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ അവർ ഇപ്പോൾ ഫോൺ എടുക്കണില്ല, റൂമില്ല എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്ന പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. ഇപ്പോൾ ഞങ്ങളെപ്പോലെ പെട്ട് പോകണ്ട. ഞങ്ങളെപ്പോലെ വേറെ ആൾക്കാരും പെട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തൃശ്ശൂരിൽ നിന്നുള്ളവർ തന്നെയാണ്. നമ്മളിനി അടുത്ത സ്ഥലം ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് മാത്രം കൺഫർമേഷൻ ആയതിനു ശേഷം മാത്രം തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ തന്നെ നിങ്ങൾക്കും പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇവിടെ നിന്ന് നേരെ പോയത് ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ഹോഡു പേഡീസ്.